ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു 4 മണി ചായക്ക് കൂട്ടാനാവുന്ന നല്ലൊരു സ്നാക്ക് കാണിക്കുന്നുള്ളത്. ഇത് ഭയങ്കര ഈസി, പിന്നെ നല്ല ടേസ്റ്റും. ഈ മഴക്കാലത്ത് ഇതാക്കി തിന്നാൻ നല്ല ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ആക്കി നോക്കണം എന്തായാലും. അപ്പോൾ ഇതെങ്ങനെ ആക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയത് മെയിനായിട്ട് കടല. നമ്മൾ പുട്ടിനെല്ലാം ഉണ്ടാക്കുന്ന കടല കറിയിൽ ആ കടല. അപ്പോൾ ഫസ്റ്റ് ഒരു കപ്പ് കടലേനെ ഒരു 6 മണിക്കൂർ നമുക്ക് സോക്കാക്കിയിട്ട് വെക്കണം. അപ്പോൾ ഇതൊരു 6 മണിക്കൂർ സോക്കാവട്ട്, എന്നിട്ട് നമുക്കിതിനെ എടുക്കാം. ഇപ്പം ഇത് 6 മണിക്കൂർ കഴിഞ്ഞിന് കടല ഡബിൾ സൈസ് ആയിനല്ലേ. ഇനി ഇതിനെ നമുക്ക് പ്രഷർ കുക്കറിലിട്ടിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ഇങ്ങനെ കയ്യിൽ നിന്ന് പ്രസ്സാക്കുമ്പോൾ നല്ലോണം പൊട്ടുന്നുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് സോക്കായിന്. അപ്പോൾ ഒരു പ്രഷർ കുക്കറിൽ ഈ കടലനെ ഇട്ടിട്ട് എനിക്ക് വേണ്ടി എത്ര ഉപ്പിടാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കപ്പ് ഇത് കടല എടുത്തിന്. അപ്പോൾ ഒരു 2-3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ട് ഇതിനെ ഇനി ഒരു 3 വിസിലാക്കുന്ന വരെ നമുക്കിതിനെ വേവിപ്പിച്ചിട്ട് എടുക്കണം. പാങ്ങനെ വേവണം ഇത്, എന്നാലേ ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് വേവിപ്പിക്കാം. പ്രഷർ കുക്കർ ഇല്ലാത്ത ആൾ അങ്ങനെ ഒരു പാത്രത്തിലിട്ടിട്ട് വേവിപ്പിച്ചാലും മതി. ഇതേ സെയിം പ്രൊസീജിയർ തന്നെ അതിലും ആക്കിയാൽ മതി. അപ്പോൾ ഇത് വെന്തിട്ടായ പിന്നെ എങ്ങനെ ഉണ്ടാകുന്നതെന്ന് കാണിക്കാം. അപ്പോൾ നമുക്ക് കടല വെന്തിനാന്ന് നോക്കാം. എപ്പോഴും വിഷിൽ നല്ലോണം തണിഞ്ഞ് പിന്നെ പ്രഷർ കുക്കർ ഓപ്പൺ ആക്കിയാൽ മതി, ഇല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചർ അത്. അപ്പോൾ വെള്ളത്തിൻ്റെ കളറ് ഇങ്ങനെ ആയത് കടല ബന്ദിന കൊണ്ട്. അപ്പോൾ കടല ബന്ദിനാന്ന് ഒരു സ്പൂണോ സ്പാറ്റിലോ ഇട്ടിട്ട് നമുക്ക് നോക്കാം. നല്ല ചൂടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ഇങ്ങനെ പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഇത് പൊട്ടുന്നുണ്ട്. അപ്പോൾ കടല ബന്ദിനെന്ന്. അപ്പോൾ ഇതിൽ കുറേ വെള്ളം ജാസ്തി ആയിട്ടുണ്ട്. എക്സസ് വാട്ടർ ഉള്ളതിനെ നമുക്ക് ഇതിനൊന്ന് ഊറ്റിയിട്ട് എടുക്കാം. അപ്പോൾ ഇത്ര വെള്ളം വേണ്ട. അപ്പോൾ ബാക്കിയുള്ള വെള്ളം നമുക്ക് മറിക്കാം, അല്ലെങ്കിൽ കുറേ ആളിനെ രസം പോലെ ആക്കലുണ്ട്. ഇപ്പം ഞാൻ വെള്ളം ഊറ്റിന്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ഇതിലേക്ക് ഇടണം. വെള്ളം നല്ലോണം ഊറ്റണ്ട, കുറച്ച് വെള്ളം ഇരുന്നിട്ട് ഇനി ഇതിലേക്ക് ഈ തേങ്ങ ഇട്ടിട്ട് ഒന്നും കൂടി നമുക്ക് സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഇതിനൊന്നും കൂടി ഒരു 5 മിനിറ്റോളം കുക്കാക്കണം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം നല്ലോണം ഡ്രൈ ആവും. ഇപ്പോൾ ഇവിടെ 5 മിനിറ്റ് അതിന് വെള്ളമെല്ലാം ഡ്രൈ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇത്ര. അപ്പോൾ ഇതുപോലെ ആയ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിടാം. ഇപ്പോൾ കടലയെല്ലാം റെഡി ആയിന്. ഇപ്പോൾ എനിക്ക് നമുക്കിനി തടുക്ക കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു കടായി അല്ലെങ്കിൽ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് ഒന്ന് തീ ഓണാക്കാം. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ യൂസ് ആക്കുന്നുള്ളത് സൺഫ്ലവർ ഓയിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ യൂസ് ആക്കാം. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ, രണ്ടിൽ ഏത് വേണമെങ്കിൽ യൂസ് ആക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ ചൂടായിന്. ഇനി ഇതിലേക്ക് കുറച്ച് കടു ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂണിൻ്റെ അത്ര കടു ഇട്ട് കൊടുത്തറ. എന്നിട്ട് കുറച്ച് കരിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കണം. കരിവേപ്പില കഴിയുന്നതും ഫ്രഷ് ആയിട്ടുള്ളതിനെ ഇട്ട് കൊടുക്കുന്നത് നല്ലത്. അപ്പോൾ നല്ല മണം ഉണ്ടാവും ഇതിലേക്ക്. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 2 പച്ചമുളകും കൂടി ഇടാം. പിന്നെ പച്ചമുളക് നിങ്ങൾക്ക് കാരം ജാസ്തി വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കൂട്ടാം. ഇവിടെ 2 പച്ചമുളക് മതി. പിന്നെ ചില ആൾ ഇതിലേക്ക് ചെറിയ ഉള്ളി, ഒരു ചെറിയ ഉള്ളിയും കൂടി ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. അങ്ങനെ ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു. മാത്രം ഇവിടെ എൻ്റെ മക്കൾക്ക് ഈ ഉള്ളിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ഒഴിവാക്കുന്നുള്ളത്. അപ്പോൾ ഇതിനെ ഒരു 1/2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റോളം ഇതിനെ ഇങ്ങനെ ബാട്ടി കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് വേവിപ്പിച്ചിട്ട് വെച്ചിട്ടുള്ള കടലനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിടെ റെഡി ആയിന്. ഇനി ഇതിലേക്ക് നമുക്ക് കടല ഇട്ട് കൊടുക്കാം. കടല ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇതിനെ മിക്സ് ആക്കിയിട്ട് എടുക്കണം.
എന്നിട്ട് ഈ ടൈമിൽ നമ്മൾ ഉപ്പ് നോക്കണം. ഉപ്പ് ഇടങ്ങ് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ ഉപ്പ് ഇതേ ടൈമിൽ ഇട്ട് കൊടുത്തിടണം. എന്നിട്ട് കുറച്ച് ലെമൺ ജ്യൂസ് വേണമെങ്കിൽ ലെമൺ ജ്യൂസും കൂടി ആഡ് ആക്കാം. പുളി ഇഷ്ടമുള്ള ആൾ ലെമൺ ജ്യൂസ് യൂസ് ആക്കാം. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിന്. ഇനി 1 മിനിറ്റ് ഇതുപോലെ കുക്കാക്കിയിട്ട് എടുത്താൽ മതി. ഇതിനെ കർണാടകത്തിൽ കഡ്ലേക്കാളുusle പറയുന്നു. അതേപോലെ തമിഴ്നാട്ടിൽ chanasundal എന്നും പറയുന്നത്. അങ്ങനെയുള്ള പേരുണ്ട് ഇതിന്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം. എന്തായാലും കടല എല്ലാവരുടെ പേരിലുണ്ടാവും. പുട്ടാക്കുന്ന ആളുടെ പേരിൽ എന്തായാലും ഈ കടല ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ചായക്ക് ഇത് എല്ലാവരും ട്രൈ ആക്കി നോക്കണം. ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആക്കിയിട്ട് ഷെയർ ആക്കണം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കാത്ത ആളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കണവാ. ഈ വീഡിയോ നിങ്ങളെ മുമ്പിൽ എഡിറ്റ് ആക്കിയിട്ട് എത്തിക്കാൻ കുറേ ടൈം എടുത്തിന്. അപ്പോൾ ഇനി നെക്സ്റ്റത്തെ വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.